അല്ല, ശരിയാണ്, അശാസ്ത്രീയമാകുന്നു നാട്ടുകാർ പറയുന്നത്. നമ്മൾക്കിപ്പോൾ ഓരോ അപകടം സംഭവിക്കുന്നതനുസരിച്ചാണ്. ഇപ്പോൾ 14 മരണം സംഭവിച്ചു, 100 അപകടങ്ങൾ സംഭവിച്ചു. യാഥാർത്ഥ്യമുണ്ട്. ഇതിൻ്റെ കുഴപ്പം എവിടെയാണെന്ന് വെച്ചാൽ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെ ഡിസൈൻ ചെയ്ത് മനസ്സിലാക്കണം. ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത് പണിയുന്ന കോൺട്രാക്ടർ ഒരു പ്ലാനും ഒരു എസ്റ്റിമേറ്റും സമർപ്പിക്കുകയാണ്, ഇതിന് അപ്രൂവൽ കൊടുക്കുകയാണ്. ഇപ്പോൾ KSTP റോഡിൻ്റെ സ്ഥിതി അത് തന്നെയാണ്. കേരളമാർക്ക് ഇതിനകത്ത് ഇല്ല, കാരണം ഡിസൈൻ ചെയ്യുന്നത് അവരല്ല. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന റോഡ് കടന്നു പോയി കഴിയുമ്പോൾ പല വീടുകളും, സൈഡിൽ താമസിച്ച വീടുകളും വലിയ കുഴിയിലേക്കാവും. നിങ്ങൾ വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്, വലിയ കുഴികളിലേക്കാവും. ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിലയുള്ള വീടിൻ്റെ കാറിടണമെങ്കിൽ വരും. ആ നിലയിലൊക്കെയാണ്. ശാസ്ത്രീയമല്ല, പ്രാദേശികമായ ഒരു പരിശോധനയോ പ്രാദേശികമായ ഒരു ചർച്ചകളോ ഇല്ലാതെ ഇപ്പോൾ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള പ്രാദേശികമായുള്ള ആൾക്കാരോടൊന്നും ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. റോഡ് വരുന്നു എന്ന് നമ്മൾ അറിയുന്നു, ഒരു റോഡ് പണി തുടങ്ങുന്നു, അത് പണിത് വരുമ്പോൾ എൻ്റെ വീട് ചിലപ്പോൾ അങ്ങ് കുഴിക്കകത്തായി പോകുന്നു, ഞാൻ എങ്ങനെ കരകയറും എന്ന ചിന്തയില്ലാതെ പോകുന്നു. പിന്നെ വളവുകളുടെ അപകടങ്ങൾ, മുൻകാലങ്ങളിലും അപകടമുള്ള വളവുകളുണ്ട്, അതിനെ എങ്ങനെയാണത് റെക്ടിഫൈ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് പലപ്പോഴും ഞാൻ എൻ്റെ നാട്ടിൽ ഈ KSTP റോഡിൻ്റെ പണി നടക്കുമ്പോൾ പ്ലാൻ വരയ്ക്കുമ്പോൾ ഒരാളെയും ഭൂമിയിൽ കണ്ടിട്ടില്ല കേട്ടോ. ഞാനവിടെ സ്ഥിരമായിട്ടുള്ള ആളാണ്, അത് ആ നാട്ടിൽ കണ്ടിട്ടില്ല, ഭൂമിയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നാട്ടിൽ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളുടെ അടുത്ത് ആരും ചർച്ച ചെയ്തിട്ടില്ല, ഇത് പരിശോധിക്കാൻ പറ്റുന്ന ആരും കണ്ടിട്ടുമില്ല. പക്ഷേ എവിടെ നിന്നോ പല റോഡുകളും ഈ കൊറോണയുടെ കാലത്ത് ഗൂഗിൾ മാപ്പ് വെച്ച് വരച്ചതാണ്. നാഷണൽ ഹൈവേയിൽ പലതും അങ്ങനെയാണ്. കേരളത്തിലെ എഞ്ചിനീയർമാരുമായിട്ടോ കേരള PWമായിട്ടോ ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറില്ല. ഇപ്പോൾ കേരളത്തിലെ ഒരു എഞ്ചിനീയറുമായി സംസാരിച്ചാൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ പ്രാദേശികമായ PWD എഞ്ചിനീയർക്ക് പ്രാദേശികമായ ചില വിഷയങ്ങൾ അറിയായിരിക്കും. ആ വിഷയങ്ങളൊന്നും ഡിസ്കസ് ചെയ്യപ്പെടാതെയാണ് റോഡ്, നമ്മൾ പാലക്കാട് നിന്ന് പോകുന്ന കോഴിക്കോട് റോഡ്, ആ റോഡ് നാട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ടില്ല, പ്രാദേശികമായി PWD എഞ്ചിനീയർമാരോട് സംസാരിച്ചിട്ടില്ല, അവരെ അഭിപ്രായങ്ങൾ എടുത്തിട്ടില്ല, വരച്ചു ചെയ്തു എന്നുള്ളൂ. ഇനിയിപ്പോൾ അപാകതകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് അടിയന്തരമായി ചെയ്യും. നാളെ മറ്റന്നാളുമായി ഉന്നതതല യോഗങ്ങൾ കൂടുന്നുണ്ട്. ഈ അപകടമായി ബന്ധപ്പെട്ടും ഒരു ഉന്നത യോഗം നാളെ വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കാരണം 2021 അവിടുത്തെ MLA ശ്രീമതി ശാന്തകുമാരി ഒരു പരാതി അന്നത്തെ മന്ത്രി കൊടുത്തിരുന്നു. അദ്ദേഹം അത് പരിശോധിക്കാൻ അന്ന് തന്നെ നിർദ്ദേശം കൊടുക്കുകയും ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തുകയും 5 നിർദ്ദേശങ്ങൾ ഹൈവേ അതോറിറ്റി അറിയിക്കുകയും ചെയ്തു. അവരത് ചെയ്തില്ല. അപ്പോൾ അവരെ വിളിച്ചു വരുത്തിയിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുക എന്നുള്ളതാണ്. ചെയ്തില്ലെങ്കിൽ കേരള സർക്കാർ ചെയ്യുമെന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെയ്യും. കാരണം ആ പ്രശ്നം പരിഹരിക്കും. എല്ലാ സ്പോട്ടും പരിഹരിക്കാൻ നമുക്ക് റിപ്പോർട്ടുകളൊന്നും കയ്യിലില്ല. പക്ഷേ ആ പർട്ടിക്കുലർ സ്പോട്ടിൽ നേരത്തെ തന്നെ ഉണ്ട്, IITയുടെ പഠനമുണ്ട്, പാക്കിൻ്റെ പഠനമുണ്ട്. ഇനി പഠനമില്ല, നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷനിലേക്ക് നീങ്ങും. നാളെ ചൊവ്വാഴ്ച അവർക്ക് വരാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. അവർ വന്ന് ചേരണമല്ലോ. നാളെ വരുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രയാസമല്ലേ. അപ്പോൾ അവരെല്ലാം വിളിച്ച് ചേർത്തിട്ട് സംസാരിച്ചതിന് ശേഷം അവരുടെ തീരുമാനം അവർ പറയട്ടെ. കോൺട്രാക്ടറെയും വിളിച്ചിട്ടുണ്ട്, എഞ്ചിനീയറെയും വിളിച്ചിട്ടുണ്ട്. 2021 MLA ജൂലൈ മാസത്തിൽ നിയമസഭയിൽ അവരൊരു സബ്മിഷനും ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം എഴുതി കൊടുത്ത പരാതിയുണ്ട്. ആ എഴുതി കൊടുത്ത പരാതി ജൂലൈ, എനിക്ക് തോന്നുന്നു 23-ാം തീയതി, 16-ാം തീയതി, നെക്സ്റ്റ് ഓഗസ്റ്റ് 16-ഓടുകൂടി ഈ സൈറ്റിലേക്ക് റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥരും MVD ഉദ്യോഗസ്ഥരും എല്ലാം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോഴാണ് പാലക്കാട് IITയുടെ ഒരു പഠനം വന്നിട്ടുള്ളത്. അപ്പോൾ ആ പഠനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. 5 കാര്യങ്ങളും നാഷണൽ ഹൈവേ അതോറിറ്റിയെ അറിയിച്ചിട്ടുമുണ്ട്. ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അവരത് പരിഗണിച്ചില്ല എന്നുള്ളതാണ്. അത് വളരെ അശാസ്ത്രീയമാണ് എന്നത് അതിൽ തെളിയിച്ചിട്ടുണ്ട്. വണ്ടി ഓടിച്ചപ്പോഴും എനിക്ക് മനസ്സിലായത് വളരെ അപകടമാണ്. കാരണം ബസ്സൊക്കെ കാറോ ബസ്സിൻ്റെ ലോറിയുടെയൊക്കെ ലോഡ് അപകടത്തിനുള്ള നമ്മൾ വളരെ ഡിസൈൻ എന്ന് പറയുന്നത് അതാണ്. ഈ ഹൈവേ ആരെങ്കിലും ഞങ്ങൾ ഇറങ്ങി അന്വേഷിക്കും. ഇവിടെ ആരെങ്കിലും വന്ന് ഈ റോഡ് പണിയുന്നതിന് മുമ്പ് രൂപകൽപ്പനയ്ക്ക് ആരെങ്കിലും വന്നോ, അവരെന്തെങ്കിലും ചെയ്തു എന്ന് നിങ്ങളതൊരു അന്വേഷണം നടത്തുക. ചെയ്യാറില്ല. എൻ്റെ നാട്ടിൽ ഈ KSTP റോഡ് വന്നപ്പോൾ ഞാൻ ഈ വിഷയം അന്ന് അശാസ്ത്രീയമാണെന്ന് പറഞ്ഞ് നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ അന്ന് എനിക്ക് മന്ത്രി തന്ന മറുപടി തന്നെ, ഇത് ഞങ്ങൾ ചെയ്ത ഡിസൈനല്ല, ഇത് ഡിസൈൻ ചെയ്ത് വരുന്ന കോൺട്രാക്ടർ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഡിസൈൻ ചെയ്ത് കൊടുത്തു. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി സത്യമാണ്, കേരളത്തിലെ PWD എഞ്ചിനീയർമാർക്ക് ഇതിനെപ്പറ്റി ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കാറില്ല.
പണി വരുമ്പോൾ അവർ സൂപ്പർവൈസ് ചെയ്യും എന്നുള്ളതല്ലാതെ ഒരു നേരത്തെ മുൻകൂട്ടി ഈ പ്ലാനിങ്ങിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. കാരണം ഇതിപ്പോൾ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, രംഗത്ത് പരിചയമുള്ളവരെ കൊണ്ട് സുദീർഘമായ ക്ലിപ്പുകൾ, നിങ്ങൾ ഉറക്കം വന്നാൽ ഉറങ്ങിയിട്ട് വണ്ടി ഓടിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിർത്തി ഒരു കട്ടൻ ചായ എങ്ങനെ കുടിച്ചിട്ട് വണ്ടി ഓടിക്കണം, ഇത്തരം കാര്യങ്ങൾ പറയിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. സിനിമാ താരങ്ങളെ ഒന്നും കിട്ടിയിട്ട് വേണമെന്നില്ല. പിന്നെ നിങ്ങൾ സാധാരണക്കാരായ ആളുകളെ കൊണ്ട് ഒരു ക്ലിപ്പ് ചെറുതായിട്ടൊന്ന് എടുക്കുക, എല്ലാ ചാനലും എടുത്തിട്ട് നിങ്ങൾ ബെൽറ്റ് ഇട്ട് വണ്ടി ഓടിക്കേണ്ട ആവശ്യം. ഇപ്പം നമ്മളിപ്പോൾ കോന്നിയിൽ കണ്ട അപകടം എന്തുകൊണ്ടാണ്? ഉറങ്ങിപ്പോയാൽ ഒരു അല്പം മുമ്പേ ഒരു ചായ കുടിക്കുകയോ ഒന്ന് നിർത്തുകയോ ഉറക്കം വന്നാലൊന്ന് ഇറങ്ങി അവിടെ വണ്ടി ഒതുക്കിയിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് വണ്ടി എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നുള്ളൂ. ഒരുപാട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളും ഒരു ചെറിയ വലിയ പ്രമാണിമാരെയൊന്നും അന്വേഷിച്ചുകൊണ്ട് സാധാരണക്കാരെ കൊണ്ട് പറയുകയാണ് ഞങ്ങളങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്ന പോലെയുള്ളൂ. അപ്പോൾ ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഓരോ വിഷയം, ഇപ്പോൾ ഉദാഹരണത്തിന് ബെൽറ്റ് ഇട്ട് വണ്ടി ഓടിക്കണം എന്ന് പറയുക, സാധാരണക്കാരെ തന്നെ പറയുക. ഉദ്യോഗസ്ഥന്മാരെയും സിനിമാ താരങ്ങളെയും ഒന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട. ഏറ്റവും സാധാരണക്കാരായ ആളുകളെ കൊണ്ട് നമ്മൾ ബെൽറ്റ് ഇട്ട് വണ്ടി ഓടിക്കണം. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞാലും മതി, നമ്മളിങ്ങനെ ചെയ്യണം, അദ്ദേഹം ഓടിക്കുന്ന ഒരു വാഹനത്തിൻ്റെ ഒരു കുറ്റത്തെക്കുറിച്ച് ഇന്ന ചെയ്യാൻ പാടില്ല എന്ന് അവരെ കൊണ്ട് പറയിച്ചാൽ, നമുക്ക് നിങ്ങൾ എന്തെങ്കിലും ന്യൂസ് കവർ ചെയ്യാൻ പോകുന്ന സമയത്ത് കിട്ടുന്ന വ്യക്തികളെ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് കൊടുത്താൽ വളരെ നന്നായിരിക്കും. പെട്ടെന്ന് നമുക്ക് പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും ഒരു നല്ല കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു സ്വഭാവമുണ്ട് മലയാളിക്ക്. അതൊരു പക്ഷേ വലിയൊരു മാറ്റം നമ്മളിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. രാത്രി ഉറക്കം വന്നാൽ ഒരു ലോറി ഡ്രൈവറോട് ചോദിക്കണം, ഉറക്കം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉറക്കം വന്നാൽ ഞാൻ നിർത്തും, ചായ കുടിക്കും, അല്ലെങ്കിൽ അവിടെ ഇറങ്ങി കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഉറങ്ങും, അല്ലെങ്കിൽ ഉറങ്ങിയിട്ട് വണ്ടി എടുക്കും, കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് വണ്ടി എടുക്കും. ഇതൊക്കെ ഒന്ന് പറയിച്ചാൽ വളരെ നന്നായിരിക്കും. അത്തരത്തിലൊരു ഒരു ബോധവൽക്കരണമാണ്. കാരണം അത് ചാനലുകളിലൂടെ നിരന്തരമായി വാർത്താ ചാനലുകൾ കാണുമ്പോൾ അതിലൂടെ ഇങ്ങനെ ഇത്തരം ചില ക്ലിപ്പിങ്ങുകൾ വന്നാൽ, ട്രാൻസ്പോർട്ട് ഗതാഗത മന്ത്രി എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ അഭ്യർത്ഥിമാരും അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡും ഇക്കാര്യത്തിലൊരു ഡിസ്കഷൻ നടത്തി. നിങ്ങൾ വ്യത്യസ്തമായ കാര്യങ്ങൾ, ഇപ്പോൾ ചില കുട്ടികളെ കൊണ്ട് പറയിക്കാം, അല്ലെങ്കിൽ മുതിർന്നവരെ കൊണ്ട് പറയിക്കാം, അങ്ങനെ ഒരു സംഭവം ചെയ്താൽ വലിയൊരു ബോധവൽക്കരണം ഉണ്ടാകും. അതിനുവേണ്ടി സഹായിക്കണമെന്ന് നിങ്ങളുടെ ഞാൻ വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാം.